അൺഅക്കാഡമി പ്ലസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാണ്. പ്ലസ് എടുക്കാൻ ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആപ്ലിക്കേഷനകത്ത് കിട്ടും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാച്ച് കോഴ്സുകളും ഇൻഡിവിജ്വൽ കോഴ്സുകളും ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് അതിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. 90 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന LDCയുടെ ഒരു ബാച്ച് നടക്കുന്നുണ്ട്. അത് 21-ാം തീയതി മുതൽ തുടങ്ങിയ ഒരു ബാച്ചാണ്. അതിങ്ങനെ നടക്കുന്നുണ്ട്. എപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ കാണാം. അതുകൂടാതെ 50 ദിവസം കൊണ്ട് ഫുള്ള് സിലബസും കംപ്ലീറ്റ് ചെയ്ത് തരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് നടക്കുന്നുണ്ട്. അതുകൂടാതെ +2 ലെവൽ മെയിൻസ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ചും LGSകാർക്ക് 75 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ബാച്ചും എല്ലാ ദിവസവും എക്സാമും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഒരുപാട് പ്രൈസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. എക്സാം ഒക്കെ ഇട്ട് അൺഅക്കാഡമിയിൽ നിങ്ങൾ ആപ്പ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾ പ്ലസ് എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തരും. അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ് ആയിരിക്കും. എല്ലാ ദിവസവും നിങ്ങൾക്ക് എക്സാമിൽ പങ്കെടുത്ത് നിങ്ങളുടെ നിലവാരം മനസ്സിലാക്കി പഠിക്കാം. അൺലിമിറ്റഡ് PDF നോട്ട്സ് ആയിരിക്കും. റെഗുലർ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനും ഉണ്ടാകും കേട്ടോ. അപ്പം ഫീസ് ആണ് ഇനി നിങ്ങളുടെ ഡൗട്ട്. ഇപ്പോൾ എടുക്കുന്നവർക്ക് 6 മാസത്തേക്ക് എടുക്കുന്നവർക്ക് 1 മാസവും 12 മാസത്തേക്ക് എടുക്കുന്നവർക്ക് 2 മാസവും നിങ്ങൾക്ക് ലഭ്യമാണ്. ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്റെ കോഡ് യൂസ് ചെയ്യാം. ഷാഫി I എന്ന് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫീസിന്റെ 10% ഡിസ്കൗണ്ട് കിട്ടും. 10% ഡിസ്കൗണ്ട് കിട്ടും. ഇത് ലിമിറ്റഡ് ഓഫർ ആണ്. എത്രയും വേഗം എടുത്തോളുക കേട്ടോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ നമ്പർ കിടപ്പുണ്ട്. വിളിച്ച് ചോദിച്ച വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം. എന്റെ പേരൊന്ന് ഓർത്തു വെച്ചേക്കുക, ഷാഫി I. ഇത് കൊടുത്താൽ നിങ്ങൾക്ക് ഫീസിന്റെ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതുമായിരിക്കും. ഓക്കെ, നമുക്ക് നേരെ ഇനി ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാം. 50,000 രൂപ പരസ്യ വിലയുള്ള ഒരു അലമാര 45,000 രൂപയ്ക്ക് നൽകിയാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡിസ്കൗണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, പല മോഡൽ ക്വസ്റ്റ്യനും PSC കാണാറുണ്ട്. ഡിസ്കൗണ്ട് ചോദിക്കാറുണ്ട്, നഷ്ട ശതമാനം ചോദിക്കാറുണ്ട്, ലാഭ ശതമാനം ചോദിക്കാറുണ്ട്. എങ്ങനെ ചോദിച്ചാലും നമുക്ക് എല്ലാം ഒരു മെത്തേഡ് മനസ്സിലാക്കി ആ മോഡൽ തന്നെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. നോക്കിയേ ക്വസ്റ്റ്യൻ നോക്കിയേ. 50,000 രൂപ പരസ്യവിലയുള്ള 50,000 രൂപ പരസ്യവിലയുള്ള ഒരു അലമാര 45,000 രൂപയ്ക്ക് വിറ്റു. 45,000 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, 45,000 രൂപയ്ക്ക് വിറ്റു. എത്ര രൂപ നൽകിയാലും ഡിസ്കൗണ്ട് എത്ര? 5,000 രൂപ അദ്ദേഹം ഡിസ്കൗണ്ട് കൊടുത്തു. 5,000 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. ഇപ്പൊ നഷ്ട ശതമാനം ആണെങ്കിലും അതാണെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ കണക്ക് കൂട്ടാം. 50,000 രൂപയാണ് പരസ്യവില, 45,000 രൂപയ്ക്ക് കൊടുത്തു. ഡിസ്കൗണ്ട് എത്ര ശതമാനം കിട്ടി? 5,000 രൂപ ഡിസ്കൗണ്ട് കിട്ടി. ഇല്ല, അതവിടെ നിൽക്കട്ടെ. 5,000 രൂപ ഡിസ്കൗണ്ട് കിട്ടിയാൽ നമുക്ക് കണ്ടുപിടിക്കാലോ 50,000ത്തിന്റെ എത്ര ശതമാനമാണ് 5,000 എന്ന് പറയുന്നത്? 10% അല്ലേ? 10% അല്ലേ? ഒരു സ്ഥാനം മാറ്റി ഒരു ഡോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അറിയാലോ 50,000ത്തിലെ 10% 5,000 എന്ന് പറയുന്നത്. അത്രേ ഉള്ള അതിന്റെ ആൻസർ. നോക്കണം, ചെയ്യാത്ത സംശയമുള്ളവർക്ക് ചെയ്ത് നോക്കാം. 50,000 ഇതിന്റെ മുകളിൽ 5,000 ഇട്ട് കൊടുക്കാം. ഇൻറ്റു 100 ചെയ്താൽ മതി, ആൻസർ കിട്ടി. ഈ 2 0 പോയി 500 1. അപ്പൊ ഒരു 0 ഉണ്ടല്ലോ. 10% എന്ന് എടുക്കാം. സംഭവം വളരെ സിമ്പിൾ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കി പോകുന്നവർക്ക് സിമ്പിൾ ആയിട്ട് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റും. മുന്നോട്ട് പോകുന്ന എല്ലാ ക്വസ്റ്റിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 2,000 രൂപ പരസ്യവിലയുള്ള ഒരു സാരി 1,600 രൂപയ്ക്ക് നൽകിയാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? സെയിം ക്വസ്റ്റ്യൻ അല്ലേ? എല്ലാവർക്കും ചെയ്തുകൂടെ? ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ഡിസ്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട പല മോഡൽ ക്വസ്റ്റ്യനും PSC ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ഈ ഒന്ന് നോക്കിയേ, 2,000 രൂപയല്ലേ പരസ്യവില, 1,600 രൂപയ്ക്കല്ലേ കൊടുത്തത്? 1,600 എത്ര രൂപ ഡിസ്കൗണ്ട് നൽകി? 400 രൂപ ഡിസ്കൗണ്ട് നൽകി. 400 രൂപ 2,000 രൂപ പരസ്യം കാണിച്ചിട്ട് 1,600 രൂപയ്ക്ക് കൊടുത്തപ്പോൾ 400 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. ഇനി ശതമാനം കണ്ടുപിടിക്കണം. 2,000ത്തിന്റെ എത്ര ശതമാനമാണ് 400 എന്ന് കണ്ടുപിടിക്കണം. 2,000ത്തിന്റെ എത്ര ശതമാനമാണ് 400? മുകളിൽ ഇൻറ്റു കൊടുത്ത് 100 ചെയ്താൽ പോരെ? ഈ 2 0 ഈ 2 0 പോയി. 40ൽ 2 വട്ടം 20%. സിമ്പിൾ. ഇത്രയും സിമ്പിൾ ആണ് സംഭവം. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ലോജിക് ഒന്ന് മനസ്സിലാക്കിയിരുന്ന ഇക്വേഷൻ ഒന്നും തേടി ആ സമയത്ത് ഇക്വേഷൻ ഒക്കെ തേടി പോയൊന്നും വേണ്ട. നമുക്ക് ഇക്വേഷൻ ഇല്ലാതെ മാക്സിമം ഒഴിവാക്കി പഠിച്ചു പോവാം. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 19,000 രൂപ വിലയുള്ള ഒരു അലമാരയ്ക്ക് 1,000 രൂപ ലോഡിംഗ് ചാർജ് നൽകി കടയിൽ എത്തിച്ചു. ആ അലമാര 22,000 രൂപയ്ക്ക് വിറ്റാൽ ലാഭ ശതമാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? 19,000 രൂപ വിലയുള്ള ഒരു അലമാരയ്ക്ക് 1,000 രൂപ ലോഡിംഗ് ചാർജ് നൽകി കടയിൽ എത്തിച്ചു. ആ അലമാര 22,000 രൂപയ്ക്ക് വിറ്റാൽ ലാഭ ശതമാനം എത്രയാണ്? അപ്പൊ നമുക്കറിയാം 19,000 രൂപ വിലയുള്ള അലമാരയാണ്. ഓക്കെ, 19,000 രൂപ വിലയുള്ള അലമാരയാണ്. അപ്പൊ 1,000 രൂപയാണ് ലോഡിംഗ് ചാർജ് നൽകിയത്. അപ്പൊ ടോട്ടൽ എത്ര രൂപ വന്നു? 20,000 രൂപ വന്നു അവിടെ. അലമാരയുടെ
നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 20,000 രൂപ വന്നു ഇല്ല. നമ്മളിപ്പോൾ ഒരു സാധനം പോയി വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടക്ക് മുതലുണ്ടല്ലോ, അതെല്ലാം നമ്മൾ കണക്ക് കൂട്ടുമല്ലോ. ഇവിടുന്ന് നമ്മൾ എറണാകുളത്ത് പോയി അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി സാധനം വല്ല പർച്ചേസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ നമ്മൾ വണ്ടിക്കൂലി എല്ലാം കണക്ക് കൂട്ടിയല്ലേ നമ്മൾ ആ മുതലായിട്ട് കണക്ക് കൂട്ടുന്നത്, പിന്നല്ലേ ലാഭം കണക്ക് കൂട്ടുന്നത്. അപ്പം അതിന് ഒരു 20,000 രൂപ വില വന്നു. എത്ര രൂപയ്ക്കാണ് വിറ്റത്? 22,000 രൂപയ്ക്കാണ് വിറ്റത്. അപ്പൊ അതിനകത്ത് 2,000 രൂപ എന്ത് കിട്ടി? ലാഭം കിട്ടി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിറ്റാൽ ലാഭ ശതമാനം എത്രയാണ്? 2,000 രൂപ ലാഭം കിട്ടി. 20,000ത്തിന്റെ എത്ര ശതമാനമാണ് 2,000 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10% പറയാൻ പറ്റും. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? സംഭവം സിമ്പിൾ അല്ലേ? അതെ, സിമ്പിളായിട്ട് പഠിച്ചു പോവാം, മനസ്സിലാക്കി പോവാം. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ സംഭവം വളരെ സിമ്പിൾ ആണ്. അറിയാൻ വയ്യാത്തവർക്ക് ഞാൻ പറഞ്ഞില്ലേ 2,000 ഇപ്പൊ 20,000 എന്ന് പറയുമ്പോൾ ആ 10% നിങ്ങൾ കണക്കൂട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കി തരാം. 20,000 അല്ലേ? 20,000ന്റെ 10% എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം മാറ്റി ഒരു ഡോട്ട് കൊടുത്താൽ മതി. ബാക്കി വരുന്നതാണ് അതിന്റെ 10%. 2,000 സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 4,500 രൂപ വിലയുള്ള ഒരു മേശയ്ക്ക് 500 രൂപ ലോറി വാടക നൽകി ആ മേശ 6,000 രൂപയ്ക്ക് വിറ്റാൽ ലാഭ ശതമാനം എത്ര? ഇത്രയാണ് 4,500 രൂപ. സെയിം ക്വസ്റ്റ്യൻ ആണ്. PSC ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ പലവട്ടവും ആവർത്തിക്കുന്നതാണ്. 4,500 രൂപ. ഓക്കെ, അതിന്റെ വില. പിന്നെന്താ? വാടക കൊടുത്ത് ലോറിയിൽ കൊണ്ടുവന്നതിന് 500 രൂപയും കൂടെ കൊടുത്ത് അങ്ങനെ 5,000 രൂപ അതിന് ചെലവ് വന്നിട്ടുണ്ട്. 5,000 രൂപ ചെലവ് വന്നു. ഓക്കെ, ആ മേശ 6,000 രൂപയ്ക്ക് വിറ്റു. -6,000 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, 1,000 രൂപ അവിടെ എന്തു വന്നു? ലാഭം വന്നു. 1,000 രൂപയാണ് ലാഭം വന്നത്. ഇനി ലാഭ ശതമാനം കണ്ടുപിടിക്കണം. 5,000ത്തിന്റെ എത്ര ശതമാനമാണ് 1,000? 5,000ത്തിന്റെ 10% എത്രയാണ്? 500 അല്ലേ? 20% അല്ലേ 1,000? സംശയമുള്ളവർക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. പ്രാക്ടീസിലൂടെയാണ് നമുക്കിത് എടുക്കാൻ പറ്റുന്നത്. 5,000ത്തിന്റെ 5,000 എഴുതുക, അതിന്റെ മുകളിൽ 1,000 കൊടുക്കുക, ഇൻറ്റു 100 ചെയ്യാം. ഈ 2 പൂജ്യവും പോയി 50 100 2 വട്ടം 20% എന്ന് കിട്ടും. സംഭവം ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കി നിങ്ങൾ. 30,000 രൂപ വിലയുള്ള ഒരു കസേര 5% ലാഭത്തിന് വിറ്റാൽ വിറ്റ വില എത്രയാണ്? 30,000 രൂപ വിലയുള്ള ഒരു കസേര 5% ലാഭത്തിന് വിറ്റാൽ വിറ്റ വില എത്ര? ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തോണൊക്കെ തന്നെ നമുക്കറിയാം 30,000 രൂപ. ഇക്വേഷൻ ഒന്നും തേടി പോകണ്ട, പെർസെന്റേജ് ഒന്നും കാണാൻ പോകണ്ട. 30,000 രൂപയാണ് വില. മനസ്സിലായല്ലോ? 30,000ത്തിന്റെ 10% എടുക്കാൻ എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് 30,000ത്തിന്റെ 10% എത്രയാണ്? 3,000 ആണ്. 5% ലാഭത്തിന് വിറ്റാൽ ഇതിന്റെ പകുതിയല്ലേ? 10ന്റെ പകുതിയല്ലേ 5? അപ്പൊ എത്ര വരും? 1,500 വന്നു. 1,500 വന്നല്ലോ. അപ്പൊ 30,000ത്തിന്റെ കൂടെ 1,500 കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര വരും? അതായിരിക്കും അതിന്റെ ആൻസർ. 31,500 എന്ന് പറയും. 31,500 ആയിരിക്കും അതിന്റെ ആൻസർ. സംഭവം സിമ്പിൾ ആണ്. ആ സമയത്ത് നിങ്ങൾ ടെൻഷനായി പെർസെന്റേജ് ഒക്കെ കണ്ട അതിന് 5% എടുക്കാനൊന്നും പോകണ്ട. ഇങ്ങനെ ചിന്തിക്കാം. 30,000ത്തിന്റെ 10% 3,000 ആണെങ്കിൽ 5% 1,500 ആയിരിക്കും. അത് ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5,000 രൂപ വിലയുള്ള ഒരു സാധനം വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. വിറ്റ വില എന്ത്? കണ്ടോ, ഓരോ ക്വസ്റ്റ്യനിലും മാറ്റം വരുന്നുണ്ടോ? 5,000 രൂപ വിലയുള്ള ഒരു സാധനം വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. വിറ്റ വില എന്ത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ കയറി വരും തോറും ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയിട്ട് കാര്യമില്ല. നിങ്ങളൊരു നോട്ട്ബുക്കും പേനയും വാങ്ങി വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ സംശയമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യാം. എങ്കിലേ ഇത് നിങ്ങളുടെ മനസ്സിൽ കയറത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപോകും, എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾ മറന്നും പോകും. ഓക്കെ, 5,000 രൂപ വിലയുള്ള ഒരു സാധനം വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. വിറ്റ വില. ഓക്കെ, 5,000ത്തിന്റെ 10% എത്രയാണ്? നമുക്കറിയാം 5,000ത്തിന്റെ 10% 500 ആണ്. 500 കുറച്ച് കഴിഞ്ഞാൽ 4,500 ആണ് ആൻസർ. ഇത്ര പെട്ടെന്ന് ആൻസർ എടുക്കാം. ചെയ്ത് നോക്കുന്നവർക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് 5 സെക്കൻഡിൽ എല്ലാ ക്വസ്റ്റിനും ആൻസർ എടുക്കാൻ പറ്റും. 5,000 രൂപയാണ്. 5,000ത്തിന്റെ 10% എത്രയാണ്? 5,000ത്തിന്റെ 10% എന്ന് പറയുന്നത് 500 അല്ലേ? 500. 5,000ൽ നിന്ന് 500 കുറച്ചാൽ 4,500 കിട്ടും. കണ്ടോ, സിമ്പിൾ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാതെ പോയിരുന്ന നിങ്ങൾ 5,000ത്തിന്റെ 10% കാണും. പിന്നെ അത് കുറച്ചൊക്കെ എടുക്കുമ്പോൾ ഇത് സമയം അങ്ങ് പോകും. ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെയുള്ള മെത്തേഡുകൾ പഠിച്ചിരിക്കാം. മാക്സിമം കൂടുതൽ ആൾക്കാരും മാത്സിനാണ് സമയം കളയുന്നത്. മാത്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. എന്നാൽ ഇക്വേഷൻ കൊടുത്ത് കുറെ സമയം എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഒക്കെ കാണും. അതിന് സമയം എടുത്ത് തന്നെ ചെയ്യാതെ നല്ല മനസ്സിലാക്കി നോക്കി ചെയ്യാം. ആ മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒരു ബാഗ് 9,600 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി എങ്കിൽ ബാഗിന്റെ യഥാർത്ഥ വില അഥവാ വാങ്ങിയ വില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ബാഗ് 9600 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. ആക്ച്വലി 120% എന്ന് പറയുന്നതാണ് ഈ 9600 എന്ന് പറയുന്നത്. 20%, 100% ഓൾറെഡി ഉണ്ട്, പിന്നെ 20% ലാഭം കിട്ടി. അപ്പൊ എന്താണ് 120% 9600. ഇനി നമുക്ക് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്കറിയാം ബി ബൈ എ ഫാമിലി എന്ന് നമ്മൾ കണക്കൂട്ടും. ബി ബൈ എ ഫാമിലി, അത് ഞാൻ പറഞ്ഞുതരാം എന്താണ് ബി ബൈ എ ഫാമിലി. ബി എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ വരുന്നത്, ഒരു ശതമാനത്തിന്റെ വാല്യൂ നമുക്ക് തന്നാൽ ബി ബൈ എ ഫാമിലി, ബി ബൈ എ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ 1% കിട്ടും, ഇൻറ്റു 100 ചെയ്താൽ അതിന്റെ 100% കിട്ടും. അങ്ങനെയാണ് അതിന്റെ ലോജിക്. ബി ബൈ എ നോക്കിയേ നിങ്ങൾ, 9600 ആണ് ബി എന്ന് പറയുന്നത്. അതിന് 120 ഇൻറ്റു ഫാമിലി എന്ന് പറയുമ്പോൾ അതിന്റെ 1% വേണോ അതോ 100% വേണോ എന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്. 100% എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്തൂടെ? ഈ പൂജ്യവും കട്ട് ചെയ്യാം. 12 96 എത്രയാണ്? 8. ഇനി നമുക്ക് എല്ലാ പൂജ്യം കൂടെ എടുത്തിട്ട് കൊടുത്താൽ അതിൽ ഒരു പൂജ്യം ഇവിടെ ഉണ്ട്, ഈ 2 പൂജ്യം. 8000 എന്ന ആൻസർ വരും. 8000 ഓപ്ഷനിൽ ബി ആണ്. മനസ്സിലാണോ? ക്ലിയർ ആയില്ലേ? ഇത്രയുള്ള സംഭവം എന്താണ്? ഒരു ബാങ്ക് 9600 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. ആക്ച്വലി അതിന് 100% അതിന്റെ യഥാർത്ഥ വില. പിന്നെന്താ, ലാഭം കൂടെ കിട്ടിയ വിലയാണ് 9600. അപ്പൊ ഈ 120% എന്ന് പറയുന്നതാണ് 9600 എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ഇനി നമ്മൾ അങ്ങനെ ശതമാനത്തിന്റെ വാല്യൂ നമുക്ക് കിട്ടിയാൽ അത് ബി ബൈ എ ഫാമിലി ആയിട്ട് നമ്മൾ കണക്കൂട്ടും. ഒരുപാട് ക്വസ്റ്റ്യൻ ബി ബൈ എ ഫാമിലി എന്ന് പറയുന്ന ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ശതമാന വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ എടുത്ത് മേലെ കൊടുക്കുക, ശതമാനം എടുത്ത് താഴെ കൊടുക്കുക, ഇൻറ്റു 100 കൊടുത്താൽ അതിന്റെ ടോട്ടൽ വാല്യൂ കിട്ടും. ഈ ബി ബൈ എ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 1% കിട്ടും. 10% കാണാം, 100% കാണാം, 50% കാണാം, ഏത് വേണമെങ്കിലും നമുക്ക് അതിട്ട് കാണാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സാരി 625 രൂപയ്ക്ക് വിറ്റപ്പോൾ 25% ലാഭം കിട്ടി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 625 രൂപയ്ക്ക് വിറ്റപ്പോൾ 25% ലാഭം കിട്ടി. ആക്ച്വലി 100% അവിടെ ഉണ്ട്, ഒരു 25%. 100% എന്ന് പറയുന്നത് ബേസ് ആണ്. അത് കഴിഞ്ഞാൽ മുകളിലോട്ട് വരുന്നതാണ് ലാഭം. 25% ലാഭം കിട്ടി. അപ്പൊ 125% എന്ന് എഴുതാം. 125%. ഇപ്പം വാല്യൂ കിട്ടിയല്ലേ, ശതമാനത്തിന്റെ വാല്യൂ നമുക്ക് കിട്ടിയ 125% എന്ന് പറയുന്നത് 625 ആണ്. അങ്ങനെ വരുവാണെങ്കിൽ അതെന്താണ്? ബി ബൈ എ ഫാമിലി എന്ന് പറയാം. ഫാമിലി എന്ന് പറയാം. ബി ബൈ എ ഫാമിലി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. 625 ഡിവൈഡ് ബൈ 125 ഇൻറ്റു 100. കഴിഞ്ഞല്ല, ആൻസർ കിട്ടിയില്ലേ? 100 ചെയ്ത് ഇവിടെ വെട്ടിയാൽ മതിയല്ലോ. 5 കിട്ടി ഇല്ല. 1% എന്ന് പറയുന്നത് 5 ആണ്, 10% എന്ന് പറയുന്നത് 50 ആണ്, 100% എന്ന് പറയുന്നത് 500 ആണ്. കണ്ടോ, സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു സാരി 625 രൂപയ്ക്ക് വിറ്റപ്പോൾ 25% ലാഭം ഉണ്ടായെങ്കിൽ ബാഗിന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് 500 രൂപയാണ്. 500 രൂപയുടെ ബാഗ് 625 രൂപയ്ക്ക് വിറ്റപ്പോൾ ഏതാണ്ട് 25% ലാഭം ഉണ്ടായി. അതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഒരു കുട 120 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം ഉണ്ടായെങ്കിൽ കുടയുടെ യഥാർത്ഥ വില എന്ത്? എന്താണ്? ഒരു കുട 120 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം ഉണ്ടായെങ്കിൽ കുടയുടെ യഥാർത്ഥ വില. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് PSC പലവട്ടവും ചോദിച്ചു കണ്ടിട്ടുണ്ട്. പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. 120 രൂപയ്ക്ക് വിറ്റു. 120 എന്ന് പറയുന്നത് 20% അല്ലേ? അപ്പൊ 120% ലാഭം ഉണ്ടായത്. ഓക്കെ, 120%. ബി ബൈ എ ആയില്ലേ? ഇതും ബി ബൈ എ ഫാമിലി അല്ലേ? കണക്കൂട്ടാലോ. 120 ബൈ 120 ഇൻറ്റു 100 എത്ര വരും? ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 1 എത്ര വരും? 100 രൂപ. യഥാർത്ഥ വില എന്താണ്? 100 രൂപ. 100 രൂപയുടെ സാധനം 20 രൂപയും കൂടെ ലാഭം എടുത്ത്, അത് 20% ലാഭം എടുത്ത് വിറ്റു 120 രൂപയ്ക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ ഒരു കണക്കോട് കൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി ഇതിന്റെ ബാക്കി കണക്കുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. എന്റെ പേര് ഷാഫി ഇസ്മായിൽ. അപ്പൊ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓരോ ക്ലാസ്സുമായിട്ട് ഇനിയും കാണാം. ബൈ.